നമ്മൾ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിലേക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കുറച്ച് സൺഫ്ലവർ ഒഴിച്ചാണ്ട് നമ്മൾ ഉള്ളി, കറിവേപ്പില, അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നമുക്ക് അടച്ചു വെച്ചുകൊണ്ട് ഒന്ന് വേവിച്ചെടുക്കാം ഒരു 10 മിനിറ്റ്. ചിക്കൻ അങ്ങനെ വേവാൻ തുടങ്ങിയിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ചിക്കൻ്റെ വെള്ളമൊക്കെ നന്നായി വന്നിട്ടുണ്ട് ചിക്കൻ്റെ ഉള്ളിൽ നിന്ന്. ഇനി നമുക്ക് ഇതൊന്ന് കോരിയെടുക്കണം. നമ്മൾ ചിക്കൻ കോരിയാണ്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അത് വേവിച്ച വെള്ളം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആവശ്യമുണ്ട്. ഒരു ചട്ടി വെച്ച് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ കഷ്ണം ഇട്ട് കൊടുക്കാം. അങ്ങനെ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളെടുത്തൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ മസാലേൻ്റെ ഇത് കൂട്ട് ഉണ്ടാക്കി തുടങ്ങാം. അതിന് ചിക്കൻ വേവിച്ച ചട്ടിനെ വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് എണ്ണ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 സവാള നീളത്തിന് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ബിരിയാണി മസാലയാണ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തത്. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 തക്കാളി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടണം. നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. തക്കാളി കുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ വേവിച്ച വെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കാം. പകുതി നമുക്ക് അരി വേവിക്കുമ്പോൾ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കി എടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. നമ്മൾ വറുത്ത് വെച്ച ഉള്ളിയിൽ അല്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കാൻ വേണ്ടിങ്ങാണ്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ക്യാരറ്റ്, കുറച്ച് 2-3 കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൈനാപ്പിൾ ചെറിയ കഷ്ണങ്ങളാക്കിയതാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ മാഞ്ഞാലി ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് പൈനാപ്പിൾ വേണം. ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ബിരിയാണി മസാല ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ 3 ഗ്ലാസ് അരിയാണ് എടുക്കുന്നത്. 3 ഗ്ലാസ് അരിയിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ നമ്മൾ 4.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ പാകത്തിന് ഉപ്പിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സാക്കിയിട്ടുണ്ട്. നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ റൈസൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ വേവിച്ച ഗ്രേവി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉള്ളി, മുന്തിരി, കറിവേപ്പിലയൊക്കെ വറുത്ത് കോരി വെച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്നും കൂടെ ഒന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കണം. അങ്ങനെ 5 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഇനി നമുക്കിതൊന്ന് മിക്സാക്കിയിട്ടെടുക്കണം. അങ്ങനെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മാഞ്ഞാലി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മളൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. മാഞ്ഞാലി ബിരിയാണി റെഡി ആയിട്ടുണ്ട്.